നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ചാപ്റ്ററായ IT ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ICT എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ICT സ്റ്റാൻഡ്സ് ഫോർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതിനെയാണ് നമ്മൾ ICT എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലിഫോണും കമ്പ്യൂട്ടേഴ്സും ഇതിന്റെ രണ്ടിന്റെയും ഉപയോഗം ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ടെക്നോളജിയാണ് ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് ആക്ടിവിറ്റീസ്, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ടെലിഫോൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത് രണ്ടും ഒരുമിപ്പിക്കുക. ഇതിനെ രണ്ടിനെയും ഒരുമിപ്പിച്ച് രണ്ടിൻ്റെയും ടെക്നോളജീസ് എല്ലാം നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ICT എന്ന് പറയുന്നത്. ICTയുടെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വിരലിൽ എണ്ണി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ച് തീർക്കാനോ നമ്മൾക്ക് പറ്റത്തില്ല. പക്ഷേ നമ്മൾ വളരെ കുറച്ചെണ്ണം മാത്രമാണ് നമ്മുടെ പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ 3 എണ്ണം മാത്രമേ നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഈ ഗവേണൻസ്. ആപ്ലിക്കേഷൻസിലെ 3 എണ്ണം, ഒരുപാട് എണ്ണം ഉണ്ട്, നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ ഗവേണൻസ്, ഈ ബിസിനസ്, ഈ ലേണിംഗ്, ഈ 3 ആപ്ലിക്കേഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ 3 എണ്ണമായ ഈ ഗവേണൻസ്, ഈ ബിസിനസ്, ഈ ലേണിംഗ്, ഇതിനെ 3നെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പൊ അതിൻ്റെ അകത്തെ ഫസ്റ്റ് വണ്ണാണ് ഈ ഗവേണൻസ്. അപ്പൊ ഏത് കാര്യം എടുക്കുകയാണെങ്കിലും അതിന്റെ ഡെഫിനേഷൻ പറയാൻ നമ്മൾക്ക് വളരെ എളുപ്പമാണ്. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി. ഇറ്റ് ഈസ് ദ യൂസേജ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ഡെലിവറിങ് ഗവൺമെന്റ് സർവീസസ് ടു സിറ്റിസൺസ് ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ചിട്ടയായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പൗരന്മാർക്ക് ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡിവൈസസ് ഉപയോഗിച്ച് ഡെലിവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരിട്ട് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി നമ്മുടെ എന്തെങ്കിലുമൊക്കെ അപേക്ഷ കൊടുത്ത് ഫയൽ നീക്കി നമ്മൾ അതിന്റെ റിസൾട്ട് കൊണ്ട് വരുന്നതിനെ അല്ല നമ്മൾ പറയുന്നത്. അതിന് പകരം ഓൺലൈനായിട്ടൊക്കെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ICT ആണ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് സർവീസസ് അതിന്റെ പൗരന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഇറ്റ് ഈസ് ദ യൂസേജ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ഡെലിവറിങ് ഗവൺമെന്റ് സർവീസസ് ടു ഇറ്റ്സ് സിറ്റിസൺസ്. ഗവൺമെന്റ് സർവീസസിനെ അതിന്റെ പൗരന്മാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ICT ഉപയോഗിക്കുന്നതിനാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗവേണൻസിലെ ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് അടുത്ത സെക്ഷനിൽ പഠിക്കേണ്ടത്. അടുത്ത സെക്ഷൻ അല്ല, അടുത്ത സബ് ഹെഡിങ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഈ ഗവേണൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. ഇതിൻ്റെ അകത്തുനിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഈ 3 രീതിയിലാണ്. ഈ ഗവേണൻസിൽ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. 4 രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ആണ് സാധാരണഗതിയിൽ ഉള്ളത്. G2G ഇന്ററാക്ഷൻ, G2C interaction, G2B interaction and G2E interaction. 4 തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആണുള്ളത്. G2G, G2C, G2B and G2E interaction. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ആണ് G2G interaction or ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ. G2G interaction എന്ന് പറയുന്നത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളും ഓർഗനൈസേഷൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ G2G ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. It is used for improved communication, data access and data sharing. ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് G2G ഇന്ററാക്ഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ
ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അതായത് ഇപ്പൊ 2 ഡിപ്പാർട്ട്മെന്റ് ആണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും. നമ്മൾ ഇപ്പൊ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ് ടീച്ചേഴ്സ് എല്ലാവരും. പക്ഷെ ഇവർക്ക് ശമ്പളം തരേണ്ടത് ആരാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അത് എഫിഷ്യന്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് G2G ഇന്ററാക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ഗവൺമെന്റിന്റെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ G2G ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ആക്സസ്, ഡാറ്റ ഷെയറിംഗ്, ഡാറ്റകൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഒക്കെയാണ് G2G ഇന്ററാക്ഷൻസ് ഉപയോഗിക്കുക. ഇനി സെക്കൻഡ് വൺ ആണ് G2C ഇന്ററാക്ഷൻ. G2C ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷൻ. ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷൻ അത് ഗവൺമെന്റും സിറ്റിസണും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഈ G2C ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് സിറ്റിസൺസ്. ഗവൺമെന്റും പൗരന്മാരും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ്. അവരെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു ഘടകമാണ് G2C ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഈ G2C ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് സർവീസസ് എല്ലാം സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ICT ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പൊ പബ്ലിക് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു കറണ്ട് കണക്ഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് ആണ്. നമ്മുടെ ഒരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് ആണ്. പിന്നെ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുക, നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസ് ആണ്. റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കുക എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരിട്ട് ഓഫീസിൽ ചെല്ലാതെ നമ്മളുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ പോയി നമുക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് G2C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പബ്ലിക് സർവീസസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പബ്ലിക് സർവീസസ്. ഇങ്ങനെയുള്ള പബ്ലിക് സർവീസസ് എല്ലാം സിറ്റിസൺസിന് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് G2C ഇന്ററാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്വാളിറ്റി ഓഫ് സർവീസ്, G2C ഇന്ററാക്ഷൻ കൊണ്ട് ക്വാളിറ്റി ഓഫ് സർവീസ് കൂട്ടാൻ പറ്റും. ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കുക. ഒരു ഗവൺമെന്റിനെ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കുക. ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിൽ നമ്മൾ അവധി ദിവസം നോക്കണം, ലീവ് ആണെങ്കിൽ പോകാൻ പറ്റില്ല, വർക്കിംഗ് അവർ കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. 10 മുതൽ 4 വരെയാണ് അതിന്റെ സമയമെങ്കിൽ ആ സമയത്തേ പോകാൻ പറ്റുള്ളൂ. അവിടെ ചെന്നാൽ തന്നെ അവിടെ ഉള്ള ആള് ലീവ് ആണെങ്കിൽ നമ്മളുടെ കാര്യം നടക്കൂല. അങ്ങനെ ഒരുപാട് നൂലാമാലകളാണ്. അതേസമയം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര ദിവസത്തിനുള്ള അവിടെയുള്ള ആള് ലീവ് ആണെങ്കിലും അല്ലെങ്കിലും ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് തീർപ്പാക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കൂടുതൽ കർമ്മനിരതരാക്കുകയും അതേപോലെ തന്നെ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കുക. ആൾക്കാർക്ക് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാക്കി മാറ്റുകയും ചെയ്യലാണ് ഈ G2C ഇന്ററാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ G2C ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് സിറ്റിസൺ. ഗവൺമെന്റും സിറ്റിസൺസും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് G2C എന്ന് പറയുന്നത്. ഇനി സിറ്റിസൺസ് ക്യാൻ എൻജോയ് ലാർജ് നമ്പർ ഓഫ് പബ്ലിക് സർവീസസ് യൂസിങ് G2C ഇന്ററാക്ഷൻ. ഒരുപാട് പൊതുസേവനങ്ങൾ ഈ G2C ഇന്ററാക്ഷനിൽ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്വാളിറ്റി ഓഫ് സർവീസ് കൂട്ടും, സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഗവൺമെന്റിനെ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കി മാറ്റും. ഇത്രയും കാര്യങ്ങളാണ് G2C ഇന്ററാക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തതാണ് G2B ഇന്ററാക്ഷൻ, ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ. G2B ഇന്ററാക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ടു കട്ട് റെഡ് ടേപ്പിസം. ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുന്ന, അതായത് ഫയലുകൾ നീങ്ങാതിരിക്കുന്നതിനെയാണ് നമ്മൾ റെഡ് ടേപ്പിസം എന്ന് പറയുന്നത്. റെഡ് ടേപ്പിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഈ ബിസിനസ് കൊണ്ടു നടക്കാനുള്ള ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബിസിനസ്സിനെ കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ പറയുന്ന G2B ഇന്ററാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട്, നിങ്ങൾ ഈ അടുത്ത് തന്നെ കിറ്റക്സിന്റെ ഇഷ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ G2B ഇന്ററാക്ഷൻ കൊണ്ട് അത് എഫിഷ്യന്റ് ആയിട്ട് നടത്തിയാൽ സാധിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് വൺ ആണ് G2E ഇന്ററാക്ഷൻ, ഗവൺമെന്റ് ടു എംപ്ലോയി ഇന്ററാക്ഷൻ. G2E ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. ഗവൺമെന്റ് എംപ്ലോയീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സർക്കുലേഴ്സും ഓർഡേഴ്സും ഒക്കെ ഇടും. ഗവൺമെന്റ് ഓർഡേഴ്സും സർക്കുലേഴ്സും ഒക്കെ വഴി
എംപ്ലോയീസിനോട് ഗവൺമെന്റ് ഇന്ററാക്ട് ചെയ്യും. എംപ്ലോയീസ് അതേപോലെ തന്നെ സാലറിക്ക് വേണ്ടിയിട്ട് തിരിച്ച് ഗവൺമെന്റിനോട് ഇന്ററാക്ട് ചെയ്യും. തിരിച്ച് ഗവൺമെന്റിനോട് ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി ഇന്ററാക്ട് ചെയ്യും. ഇത്രയാണ് G2E, ഗവൺമെന്റ് ടു എംപ്ലോയി ഇന്ററാക്ഷൻ. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഇ ഗവേണൻസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ററാക്ഷൻസ് G2G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ ആണ്. പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്, തമ്മിൽ ബന്ധപ്പെടുന്നതിനെയാണ് G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് G2G ഇന്ററാക്ഷൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ G2C ഇന്ററാക്ഷൻ ഗവൺമെന്റ് ടു സിറ്റിസൺ ഇന്ററാക്ഷൻ ആണ്. പൗരന്മാരുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് G2C ഇന്ററാക്ഷൻ ഉപയോഗിക്കുന്നത്. അത് എന്താണ്, പൊതുസേവനങ്ങളൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ G2C ഇന്ററാക്ഷൻ ഉപയോഗപ്പെടുത്താം. പിന്നെ ഗവൺമെന്റിനെ സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കും. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂടുതൽ കാര്യക്ഷമമാക്കും G2C ഇന്ററാക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ G2B ഇന്ററാക്ഷൻ ബിസിനസ്മെൻ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ റെഡ് ടേപ്പിസം കട്ട് ചെയ്യുക, അതായത് ഫയലുകൾ നീങ്ങാതെ കിടക്കുന്ന അവസ്ഥയെ പ്രിവെന്റ് ചെയ്യുക. പിന്നെ കോസ്റ്റ് കുറയ്ക്കുക, ട്രാവൽ ടൈം കുറയ്ക്കുക. പിന്നെ എന്താണ്, ഈ ബിസിനസിന്റെ കൂടുതൽ ട്രാൻസ്പെറന്റ് ആക്കുക, ബിസിനസിനെ കൂടുതൽ സുതാര്യമാക്കുക. ഇതൊക്കെയാണ് G2B ഇന്ററാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. G2E ഇന്ററാക്ഷൻ ഗവൺമെന്റ് ടു എംപ്ലോയി ഇന്ററാക്ഷൻ ആണ്. സർക്കുലേഴ്സും ഓർഡേഴ്സും വഴി ഗവൺമെന്റ് എംപ്ലോയീസിനോട് ഇന്ററാക്ട് ചെയ്യും. തിരിച്ച് എംപ്ലോയീസ് സാലറിക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റിനോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് G2E ഇന്ററാക്ഷൻ. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഇ ഗവേണൻസ്. ഇനി ഈ ഗവേണൻസിൽ മൂന്നാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചു, ഈ ഗവേണൻസ് എന്താണെന്ന് പഠിച്ചു, ഇന്ററാക്ഷൻസ്, ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആണ് ഓർത്തിരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, എന്തൊക്കെ അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഗവേണൻസിനെ എഫിഷ്യന്റ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യമാണ്. എന്തൊക്കെ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഗവേണൻസിനെ നമ്മൾക്ക് എഫിഷ്യന്റ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൽ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തേത് SDC ഓർ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ, സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ ആവശ്യമാണ്. രണ്ടാമതായിട്ട് ആവശ്യമുള്ളതാണ് SWAN, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളതാണ് കോമൺ സർവീസ് സെന്റർ, CSC എന്ന് പറയുന്ന കോമൺ സർവീസ് സെന്റർ, കോമൺ സർവീസ് സെന്റർ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ഈ ഗവേണൻസ് നമ്മൾക്ക് കൃത്യമായിട്ടും മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഗവേണൻസ് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് SDC അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. SDC അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ. സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെപ്പോസിറ്ററി. റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസ്, നമ്മളുടെ ഡാറ്റകളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു റെപ്പോസിറ്ററി അല്ലെങ്കിൽ സ്റ്റോർ ഹൗസ് ആണ് SDC അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, SDC ഈസ് എ സെർവർ കമ്പ്യൂട്ടർ. SDC ഈസ് എ server computer that stores all the details about a state. ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസിനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെർവർ കമ്പ്യൂട്ടറാണ് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയും ഇത് ബാക്കി ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന ഒരു റെപ്പോസിറ്ററി ആണ് എന്ന് നമ്മൾക്ക് പറയാം. റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസ് എന്നാണ് നമ്മൾ പറയുക. റെപ്പോസിറ്ററി ഈസ് എ സ്റ്റോർ ഹൗസ്. അപ്പോൾ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ, അപ്പോൾ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ ഈസ് എ റെപ്പോസിറ്ററി ഓർ സ്റ്റോർ ഹൗസ് ഫോർ സ്റ്റോറിങ്. ഇറ്റ് ഈസ് എ സെർവർ കമ്പ്യൂട്ടർ ഫോർ സ്റ്റോറിങ് ഡാറ്റ അബൌട്ട് എ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെർവർ കമ്പ്യൂട്ടറാണ് SDC അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ നിന്നാണ് ബാക്കി എല്ലാവർക്കും ഈ ഡാറ്റ, ഈ സ്റ്റേറ്റിലുള്ള ബാക്കി ഡാറ്റകൾ അവൈലബിൾ ആക്കേണ്ടത്.
ഇനി രണ്ടാമത്തേതാണ് സ്വാൻ, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന ഒരു സെർവർ കമ്പ്യൂട്ടർ ആണ്. ഈ സെർവർ കമ്പ്യൂട്ടറിലാണ് ഡാറ്റകൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഡാറ്റ അവിടെ ഈ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ ഇരുന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇത് അവൈലബിൾ ആവില്ല. ഇത് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണെങ്കിലേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന സെർവർ കമ്പ്യൂട്ടറുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേരളത്തിലെ സ്വാനിനെ നമ്മൾ കെ സ്വാൻ എന്ന് വിളിക്കും, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കും, കെ സ്വാൻ. അത് കേരളത്തിലെ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കെ സ്വാൻ ഉപയോഗിക്കുന്നത്. കെ സ്വാനിന് 3 ഹബ്ബുകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരത്ത്, ഒന്ന് കോഴിക്കോട്, ഒന്ന് കൊച്ചിയിൽ. 3 ഹബ്ബുകളാണുള്ളത്, തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി. ഈ 3 ഹബ്ബുകളിൽ നിന്ന് 14 ജില്ലകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും അവിടെ നിന്ന് ബാക്കി എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കെ സ്വാനിന്റെ പ്രത്യേകത. അപ്പൊ സ്വാൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും അവൈലബിൾ ആക്കാനുള്ള നെറ്റ്വർക്കാണ് സ്വാൻ എന്ന് പറയുന്നത്. കേരളത്തിൽ അതിനെ കെ സ്വാൻ എന്ന് പറയും, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കെ സ്വാനിന് 3 ഹബ്ബുകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഉണ്ട്. ഈ ഹബ്ബുകളിൽ നിന്നാണ് 14 ജില്ലകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ബാക്കി എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ എല്ലാ G2C ഇന്ററാക്ഷൻസ് എല്ലാം എല്ലാവർക്കും നടത്താൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള കണക്ഷൻസ് ഈ കെ സ്വാൻ ഉപയോഗിച്ച് SDCയെ എല്ലാ സ്ഥലങ്ങളിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റേഴ്സ്. CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഈ എല്ലാ ഫങ്ഷനാലിറ്റീസിന്റെയും ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റ്സ് ആണ്. ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റ്സ്, അതായത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ പറയുന്ന സ്വാനിനെ SDCയിലെ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് CSC എന്ന് പറയുന്നത്. ദേ ആർ ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റ്സ് ഓഫ് ഗവൺമെന്റ്, പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസസ് ടു റൂറൽ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. സാധാരണക്കാരായ ആൾക്കാർക്ക്, രാജ്യത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ പബ്ലിക് സർവീസസും പ്രൈവറ്റ് സർവീസസും ഒക്കെ, സോഷ്യൽ സെക്ടറിലുള്ള സർവീസസും ഒക്കെ അവൈലബിൾ ആക്കാനുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CSC അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ് അടയ്ക്കുക, ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുക, അല്ലെങ്കിൽ കറണ്ട് ബിൽ ഇലക്ട്രിസിറ്റി ബിൽ ഒന്നാണല്ലോ, വാട്ടർ ബിൽ അടയ്ക്കുക, ടെലിഫോൺ ബിൽ അടയ്ക്കുക, അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുക, സ്കോളർഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ സർവീസ് സെന്റേഴ്സ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ നമ്മൾ കോമൺ സർവീസ് സെന്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് അക്ഷയ സെന്റേഴ്സ്. കേരളത്തിലെ കോമൺ സർവീസ് സെന്ററിന്റെ പേരാണ് അക്ഷയ സെന്റർ. അപ്പൊ ഇത്രയാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഗവേണൻസ് കാര്യക്ഷമമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഗവേണൻസിനെ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ 3 കാര്യങ്ങളാണ് വേണ്ടത്: SDC, SWAN, CSC. SDC എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ. ഇറ്റ് ഈസ് എ സെർവർ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് ഡാറ്റ അബൌട്ട് എ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു അതർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഓഫീസസ്, എക്സെട്ര. ഈ സ്റ്റേറ്റിന്റെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് ബാക്കി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് ആൾക്കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് SDC അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന സെർവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിനെ സ്റ്റേറ്റിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കാണ് സ്വാൻ എന്ന് പറയുന്നത്. കേരളത്തിൽ അതിനെ കെ സ്വാൻ, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. ഈ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് 3 ഹബ്ബുകളുണ്ട്, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും. അവിടെ നിന്ന് 14 ജില്ലകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തിലേക്കും എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CSC ആണ് മൂന്നാമത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, കോമൺ സർവീസ് സെന്റർ. മൂന്നാമത്തെ അടിസ്ഥാന സൗകര്യം ആവശ്യമായിട്ടുള്ളത് കോമൺ സർവീസ് സെന്റർ ആണ്. അത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഗവൺമെന്റ് സർവീസസും പ്രൈവറ്റ് സർവീസസും ഒക്കെ അവൈലബിൾ ആക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ കോമൺ സർവീസ് സെന്റർ. ദേ ആർ ദ ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റ്സ് ഓഫ് പബ്ലിക് സർവീസസ്.
അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ സർവീസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് CSSC ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, വാട്ടർ ബില്ല് അടയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷകളൊക്കെ സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ CSC ഉപയോഗിച്ച് ചെയ്യുന്നത്. കേരളത്തിൽ CSCയെ നമ്മൾ അക്ഷയ സെന്റേഴ്സ് എന്നാണ് വിളിക്കുക. കേരളത്തിലെ കോമൺ സർവീസ് സെന്റർ ആണ് അക്ഷയ സെന്റർ. അപ്പോൾ ഇത്രയാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ്. അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജസിൽ ഒന്നാമത്തേത് പബ്ലിക് സർവീസസ് ആർ ഈസിലി അവൈലബിൾ. പബ്ലിക് സർവീസസ് ആർ ഈസിലി അവൈലബിൾ. എളുപ്പത്തിൽ ആൾക്കാർക്ക് ഈ പൊതു സർവീസസ് എല്ലാം, പബ്ലിക് സർവീസസ് എല്ലാം എന്താണ് എളുപ്പത്തിൽ കിട്ടും. എളുപ്പത്തിൽ, അതായത് നമ്മൾ ഗവൺമെന്റ് ഓഫീസ് കയറി ഇറങ്ങാതെ തന്നെ അക്ഷയ സെന്ററിൽ പോയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഇതാണ് പബ്ലിക് സർവീസസ് എല്ലാം നമ്മൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഉള്ളത് ഇറ്റ് മേക്സ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ട്രാൻസ്പെറന്റ്. makes government departments transparent and eliminates corruption. അത് കറപ്ഷൻ കുറച്ച്, അതായത് നമ്മളുടെ കറപ്ഷൻ്റെ എക്സാക്ട് മലയാളം ഞാൻ മറന്നുപോയല്ലോ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. നമ്മൾ കൈക്കൂലി വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെ ഗവൺമെന്റിനെ കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഇനി മേക്സ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് റെസ്പോൺസിബിൾ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു, റെസ്പോൺസിബിൾ ആക്കുന്നു. കാരണം കൃത്യം ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കണം എന്നതാണ് നിയമം. കാരണം അക്ഷയ സെൻറ്റർ വഴി ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കും, എഫിഷ്യൻ്റ് ആക്കും. പിന്നെ അൺനെസസറി വിസിറ്റ് സേവ്സ് മണി ആൻഡ് ടൈം. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് പൈസയും സമയവും നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. പബ്ലിക് സർവീസസ് എല്ലാം എളുപ്പത്തിൽ അവൈലബിൾ ആക്കുന്നു, കൂടുതൽ സുതാര്യമാക്കുന്നു, റെസ്പോൺസിബിൾ ആക്കുന്നു, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുന്നു, സമയവും അതേപോലെ തന്നെ പൈസയും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്, ഈ ഗവേണൻസിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡിസഡ്വാൻറ്റേജസിൽ ഒന്നാമത്തേതാണ് ലോവർ ഇ ലിറ്ററസി. ഇപ്പൊ സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രം വഴി ഉപയോഗിക്കാമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയത്തില്ല. ഇനി ചാൻസ് ഓഫ് സൈബർ അറ്റാക്ക് ഉണ്ടാവാനുള്ള, ഹാക്കിംഗ് പോലെയുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഹ്യൂജ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, SDC, KSWAN അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഗവേണൻസ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഈ സെർവർ കമ്പ്യൂട്ടർ ഉണ്ടാക്കി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ഇനിഷ്യൽ തുടക്കത്തിൽ ഒരുപാട് പൈസ ചെലവാകും. പിന്നെ പല ആൾക്കാർക്കും ഇത് ഓൺലൈനായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഷൻ ഉണ്ട്, ആങ്ഷ്യസ്നെസ് ഓഫ് സിറ്റിസൺ. അപ്പം ഇതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ഈ ലിറ്ററസി, ആൾക്കാർക്ക് കമ്പ്യൂട്ടറും അനുബന്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനുള്ള അറിവ് കുറവ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. സൈബർ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. ആദ്യ തുടക്കത്തിൽ കുറേ പൈസ ഇറക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പല ആൾക്കാർക്കും ഇതൊക്കെ ഉപയോഗിക്കാൻ പേടിയാണ്, ടെൻഷനാണ്, ആങ്ഷ്യസ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി യൂസ്ഫുൾ ഇ ഗവേണൻസ് വെബ്സൈറ്റ്സ്. ഇ ഗവേണൻസ് വെബ്സൈറ്റുകളുടെ എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തേത് DHSC കേരള. ഇത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് DHSC കേരള. പിന്നെ ഇ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്, ഇ ഗവേണൻസ് വെബ്സൈറ്റ് ആണ് ഇ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇ ഗവേണൻസ് വെബ്സൈറ്റ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻ പഠിക്കണം, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി പഠിക്കണം, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ ഇ ഗവേണൻസ് വെബ്സൈറ്റ്സിന്റെ എക്സാമ്പിൾസ്.
ഇത്രയാണ് ഒന്നാമത്തെ സർവീസ് എന്ന് പറയുന്നത് ഈ ഗവേണൻസ് ആപ്ലിക്കേഷൻ. IT ആപ്ലിക്കേഷനിൽ ഒന്നാമത്തേത് ഈ ഗവേണൻസ്. ഇനി IT ആപ്ലിക്കേഷനിൽ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ ബിസിനസ്. അപ്പൊ ഈ ബിസിനസ്സിനെ നമ്മൾ ഈ ഗവേണൻസിനെ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ഈ ബിസിനസ്സിനെ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂസ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ബിസിനസ് ആക്ടിവിറ്റീസ്, ഫോർ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്നത്. യൂസേജ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെ ഈ ബിസിനസ് എന്ന് പറയും. ഇനി അപ്പൊ ആദ്യം അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്, യൂസ് ഓഫ് ICT ഫോർ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഇനി രണ്ടാമത് നമ്മൾ പറയേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ ബിസിനസ്. ഇ കൊമേഴ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ബിസിനസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് ഇ കൊമേഴ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിനകത്ത് ഇ കൊമേഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. E-commerce covers all the business activities that involve exchange of money. പൈസയുടെ ട്രാൻസാക്ഷൻസ് നടത്തപ്പെടുന്ന ബിസിനസ് ആക്ടിവിറ്റീസിനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് ഇ കൊമേഴ്സ്. ഈ ബിസിനസ് ഇൻക്ലൂഡ്സ് all the business activities using ICT. ICT ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും ഈ ബിസിനസിന്റെ കീഴിൽ പെടും. അതിൻ്റെ അകത്ത് തന്നെ പൈസയുടെ ട്രാൻസാക്ഷൻ വരുന്ന അല്ലെങ്കിൽ പൈസയുടെ എക്സ്ചേഞ്ച് നടക്കുന്ന ബിസിനസ് ആക്ടിവിറ്റീസിനെ മാത്രമാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് ഈ കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ് പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ്, ഇതൊന്നും പൈസയുടെ എക്സ്ചേഞ്ച് ആവശ്യമുള്ളതല്ല. മാർക്കറ്റിംഗ്, ഇതൊക്കെ എന്താണ് പൈസയുടെ എക്സ്ചേഞ്ച് ആവശ്യം വരുന്നതല്ല. അതെല്ലാം ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? ഈ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ എക്സ്ചേഞ്ച് നടക്കുന്ന സെല്ലിംഗ് അല്ലെങ്കിൽ പർച്ചേസിങ്, ഇങ്ങനെ പൈസയുടെ എക്സ്ചേഞ്ച് എവിടെയൊക്കെ നടക്കുന്നോ ആ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം എവിടെ പെടുന്നതാണ്? ഈ കൊമേഴ്സിൽ പെടുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ഇന്റർചേഞ്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ആക്ച്വലി ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ ബിസിനസ് ഇൻക്ലൂഡ്സ് ഓൾ ദി ബിസിനസ് ആക്ടിവിറ്റീസ് യൂസിങ് ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഏത് ബിസിനസ് ആക്ടിവിറ്റി നടത്തിയാലും അത് ഏതിൽ പെടും? ഈ ബിസിനസ്സിൽ പെടും. പക്ഷേ ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ച് നടക്കുന്ന ആക്ടിവിറ്റീസ് മാത്രമാണ് ഈ കൊമേഴ്സിൽ വരുള്ളൂ. That is the difference between e-commerce and e-business. E-commerce includes all the business activities involving financial exchange. പൈസയുടെ ട്രാൻസ്ഫർ നടക്കുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് ഈ കൊമേഴ്സിൽ പെടും. ബാക്കി ഇതും ഈ കൊമേഴ്സിൽ പെടുന്നതും അല്ലാത്തതുമായ മുഴുവൻ ബിസിനസ് ആക്ടിവിറ്റീസും ഈ ബിസിനസ്സിൽ പെടും. പിന്നെ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ് EPS. EPS stands for Electronic Payment System. Electronic Payment System. Electronic payment system is the exchange of finance or money without using paper currency. Paper currency ഉപയോഗിക്കാതെ in an online environment. ഓൺലൈൻ എൻവയൺമെന്റിൽ പേപ്പർ കറൻസി ഉപയോഗിക്കാതെ നടത്തുന്ന ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ EPS അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എനി ഓഫ് ദ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട് എക്സെട്ര. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം EPS സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം. Electronic payment system is used for financial exchange in an online environment without using paper currency. നമ്മുടെ സാധാരണ പേപ്പർ കറൻസി നോട്ടുകൾ ഉപയോഗിക്കാതെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EPS അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ടോ പോലെയുള്ള എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്യുപ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി അടുത്ത സെക്ഷനാണ് ഇ ബാങ്കിങ്.
ഇ ബാങ്കിങ്. ഇ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിങ് ഓഫ് ബാങ്കിങ് സർവീസസ് വിത്തൗട്ട് ആക്ച്വലി വിസിറ്റിംഗ് ദ ബാങ്ക് ബ്രാഞ്ച്. ബാങ്കിന്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാതെ തന്നെ ഇലക്ട്രോണിക് ആയിട്ട് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ATMകൾ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതേപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ്, ഇതെല്ലാമാണ് നമ്മൾ ഇ ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോവാതെ തന്നെ ബാങ്കിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് എം ബിസിനസ്. എം ബിസിനസ് ഈസ് പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് യൂസിങ് എ മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എം ബിസിനസ് അല്ലെങ്കിൽ മൊബൈൽ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ സെക്ഷനിൽ ഇ ബിസിനസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ് ആണ് പഠിക്കേണ്ടത്. അതിനകത്ത് ഒന്നാമത്തേത് ഓവർകംസ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. നമ്മൾക്ക് ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും നമ്മളുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. കൃത്യമായിട്ടും ബിസിനസ് നടത്താൻ നമ്മളൊരു വിദേശ രാജ്യത്ത് പോകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിദൂരമായ ഒരു സ്ഥലത്ത് പോകണമെന്നില്ല. ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും നമ്മളുടെ ബിസിനസ് നമ്മൾക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ്. സ്ഥലത്തിന്റെ വാടക കൊടുക്കൽ, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷണൽ കോസ്റ്റുകൾ നമ്മൾക്ക് ഓൺലൈൻ ആക്കുമ്പോൾ കുറയ്ക്കാൻ പറ്റും. മിനിമൈസ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള പൈസയും സമയവും ലാഭിക്കാം വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നത് കൊണ്ട്. ഓപ്പൺ ഓൾ ദ ടൈം. എപ്പോഴും ഇത് തുറന്നിരിക്കുക. നമ്മുടെ ഒരു കടയാണെങ്കിൽ അതിലൊരു വർക്കിംഗ് അവർ ഉണ്ട്. രാവിലെ ഇന്ന മണി മുതൽ വൈകുന്നേരം ഇത്ര മണി വരെ. അവധി ദിവസങ്ങളാണെങ്കിൽ ഉണ്ടാവില്ല. പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ എല്ലാ സമയത്തും 24/7 24 മണിക്കൂർ 7 ദിവസവും ഇത് ഓപ്പൺ ആണ്. ഇനി ലൊക്കേറ്റ് പ്രൊഡക്റ്റ് ഈസിലി ഫ്രം വൈഡ് ചോയ്സ്. ഒരുപാട് സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഒരു കടയാണെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരു ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മുടെ ആവശ്യകതകൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഇനി ചലഞ്ചസ് ഓഫ് ഇ ബിസിനസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ് ആണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ലാക്ക് ഓഫ് ഇ ലിറ്ററസി. ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാനുള്ള അറിവ് കുറവ്. ഇതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് നോൺ അവൈലബിലിറ്റി ഓഫ് പ്ലാസ്റ്റിക് മണി. അപ്പൊ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവണം. ഒരു നെറ്റ് ബാങ്കിങ് അക്കൗണ്ടോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉണ്ടാവണം. അപ്പൊ പലർക്കും ഇങ്ങനെയുള്ള ഒരു സാധനം ഇല്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ചാൻസ് ഓഫ് മണി ലോസ്. നമ്മളിത് നമ്മുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ നമ്മൾ വളരെ സെക്യൂർ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അതിന്റെ പാസ്വേഡ് ഒക്കെ വളരെ സെക്യൂർ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പൈസ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോ ടച്ച് ആൻഡ് ഫീൽ ഫെസിലിറ്റീസ് അവൈലബിൾ. ടച്ച് ആൻഡ് ഫീൽ, നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മളത് കണ്ട് അത് കയ്യിലൊക്കെ എടുത്ത് നോക്കി അത് വാങ്ങിക്കുന്ന ഒരു ഫീല് ഒരിക്കലും നമ്മൾക്ക് ഓൺലൈനിൽ കിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിന്റെ അതേ ക്വാളിറ്റി തന്നെ ഉണ്ടോ എന്നൊക്കെ നമ്മൾക്ക് സാധനം വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കത് ഉറപ്പാക്കാൻ പറ്റില്ല. പിന്നെ പെർഫെക്റ്റ് ഷിപ്മെന്റ്. നമ്മൾ വാങ്ങിച്ച സാധനം കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ എത്തണം, പെർഫെക്റ്റ് ആയിരിക്കണം. ഷിപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച സാധനം നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഷിപ്മെന്റ് എന്ന് പറയാം. ഈ ഷിപ്മെന്റ് എഫിഷ്യന്റ് ആയിരിക്കണം. അത് കൃത്യമായിട്ടും നമ്മളുടെ സാധനം നമ്മൾ വാങ്ങിച്ചു, ഓൺലൈനിൽ വാങ്ങിച്ച് അവിടെ വെച്ച് അത് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷിപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കൃത്യമായിട്ടും വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ബിസിനസ് വെബ്സൈറ്റ്സ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ആമസോൺ, ഈബേ, ഇതെല്ലാം ഈ ബിസിനസ് വെബ്സൈറ്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ബിസിനസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ച് നടക്കുന്ന ബിസിനസ് ആക്ടിവിറ്റീസിനെ ഈ കൊമേഴ്സ് എന്ന് പറയും. എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിനെയും കൂടെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ബിസിനസ്. ICT ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ ഈ ബിസിനസ് എന്ന് പറയും. അതിൽ തന്നെ ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ച് നടക്കുന്നതിനെ മാത്രമാണ് നമ്മൾ ഈ കൊമേഴ്സിൽ പെടുത്തുന്നത്. EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം. പേപ്പർ കറൻസി ഉപയോഗിക്കാതെ ഓൺലൈൻ എൻവയോൺമെന്റിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് EPS എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ടോ ഒക്കെ ആവശ്യമാണ്.
ഈ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാങ്കിന്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാതെ തന്നെ ബാങ്കിങ് ആക്ടിവിറ്റീസ്, ബാങ്കിങ് സർവീസസ് നമ്മൾ എൻജോയ് ചെയ്യുന്നതിനെയാണ് ഈ ബാങ്കിങ് എന്ന് പറയുക. അതിനും ഈ ഇന്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ടോ ATM കാർഡോ ഒക്കെ ആവശ്യമാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ബിസിനസ്, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബിസിനസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിനെ ബിസിനസ് എന്ന് പറയും. ഇനി ഈ ബിസിനസിന്റെ അഡ്വാൻറ്റേജസ്, ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒഴിവാക്കാൻ പറ്റും. ഏത് സ്ഥലത്താണെങ്കിൽ ഇന്ന് വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് കുറവാണ്, നമുക്ക് വാടക പോലെയുള്ള കോസ്റ്റുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. ട്രാവൽ ചെയ്യാനുള്ള സമയവും പൈസയും നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇത് തുറന്നിട്ടുണ്ടാവും. നമ്മൾക്ക് കൃത്യമായി വർക്കിംഗ് അവറൊന്നുമില്ല, എല്ലാ സമയത്തും അത് ഓപ്പൺ ആയിരിക്കും. പിന്നെ എന്താണ്, ലൊക്കേറ്റ് പ്രൊഡക്റ്റ് ഈസിലി, നമുക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സെലക്ഷൻ ഉണ്ടാവും, അതിൻ്റെ അകത്ത് നിന്ന് എളുപ്പത്തിൽ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പല ആൾക്കാർക്കും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല, ലാക്ക് ഓഫ് ലിറ്ററസി. പിന്നെ ലാക്ക് ഓഫ് പ്ലാസ്റ്റിക് മണി, ATM കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, ലാക്ക് ഓഫ് പ്ലാസ്റ്റിക് മണി. ഇനി മൂന്നാമത്തേത് മണി ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, സെക്യൂർ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മണി ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടച്ച് ആൻഡ് ഫീൽ ഫെസിലിറ്റി അവൈലബിൾ അല്ല, നമുക്ക് തൊട്ട് നോക്കി സാധനം നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ കൃത്യമായിട്ടുള്ള ഷിപ്മെന്റ്, നമ്മളുടെ സാധനം കൃത്യമായിട്ടും കൃത്യസമയത്ത് നമ്മളുടെ അടുത്ത് എത്താനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ബിസിനസ് വെബ്സൈറ്റുകളാണ് ആമസോണും eBayയും. അപ്പൊ ഇത്രയാണ് ഈ ബിസിനസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനാണ്, IT ആപ്ലിക്കേഷൻസിലെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ലേണിംഗ്, ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ആപ്ലിക്കേഷൻ. IT ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഈ ഗവേണൻസും ഈ ബിസിനസ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ, നമ്മുടെ ഈ IT ആപ്ലിക്കേഷൻസിലെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ലേണിംഗ്. അപ്പൊ ഈ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, യൂസേജ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. മറ്റേതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ പോലെ തന്നെ ഇതിനെയും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. യൂസേജ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷണൽ നീഡ്സ് ഈസ് നോൺ ആസ് ലേണിംഗ്. ഇനി ഈ ലേണിംഗിൽ നമ്മൾ ആദ്യം ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലേണിംഗ് ടൂൾസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ലേണിംഗ് ടൂൾസ് എന്ന് പറയുന്ന 5 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് ബുക്ക് റീഡർ, രണ്ടാമത്തേത് ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, കണ്ടന്റ്, ലാസ്റ്റ് വൺ എഡ്യൂക്കേഷണൽ TV ചാനൽ. അപ്പൊ ഇങ്ങനെ 5 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ലേണിംഗ് ടൂൾസിൽ 5 തരത്തിലുള്ള ഈ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 5 ടൂൾസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് ബുക്ക് റീഡർ എന്ന് പറയുന്നത്. ബുക്ക് റീഡർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ബുക്കുകളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഡിജിറ്റൽ ബുക്കുകളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് റീഡർ എന്ന് പറയുന്ന ഡിവൈസിനെ ഉപയോഗിക്കുന്നത്. ബുക്ക് റീഡറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏത് ബുക്കിന്റെ ഏത് പേജിലേക്കും വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് റീഡർ സഹായിക്കും. അപ്പം നമ്മൾക്ക് ബുക്ക് റീഡർ ഉപയോഗിച്ച് ഡിജിറ്റൽ ബുക്കുകളെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓരോ ബുക്കുകൾ പെട്ടെന്ന് തുറന്ന് അതിൻ്റെ 8th പേജിലേക്ക് വേണമെങ്കിലും നമ്മൾക്ക് വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ബുക്കുകളെ നമ്മൾക്ക് ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ ഇന്റർനെറ്റിന്റെ ആവശ്യമുള്ളൂ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. ഇനി ചില ബുക്ക് റീഡറുകളൊക്കെ വോയിസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഡിജിറ്റൽ ബുക്കുകളെ നമ്മൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ട് നമ്മൾ വായിക്കേണ്ട ആവശ്യം പോലുമില്ല, നമ്മളെ അത് വായിച്ച് കേൾപ്പിച്ച് തരിക കൂടെ ചെയ്യും. ഇതാണ് ബുക്ക് റീഡറിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ബുക്ക് റീഡറിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ബുക്ക് റീഡർ സ്റ്റോഴ്സ് ഡിജിറ്റൽ ബുക്സ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ബുക്കുകളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് റീഡർ ഉപയോഗിക്കുന്നത്. യൂസിങ് ബുക്ക് റീഡർ വി ക്യാൻ ഓപ്പൺ എനി ബുക്ക് എനി പേജ് എനി ടൈം. നമുക്ക് വളരെ പെട്ടെന്ന് ഏത് ബുക്കിൻ്റെ ഏത് പേജ് വേണമെങ്കിലും ബുക്ക് റീഡറിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി e-books can be downloaded from internet. Once downloaded, for reading internet connection is not needed. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ബുക്കിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഏറ്റവും അവസാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് വോയിസ് ഔട്ട്പുട്ട് ഫെസിലിറ്റി ഈസ് ഓൾസോ പ്രൊവൈഡഡ് ബൈ സം ഓഫ് ദി ഇ-ബുക്ക് റീഡേഴ്സ്. ചില ഇ-ബുക്ക് റീഡറുകൾ ഈ ബുക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്ന വോയിസ് ഔട്ട്പുട്ട് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതേപോലെയുള്ള ഇ-ബുക്ക് റീഡറുകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളുടെ ബുക്കുകൾ ഇതേപോലെയുള്ള ബുക്കുകൾ ചുമന്ന് കെട്ടി കൊണ്ടുപോകുന്നതിന് പകരം ഡിജിറ്റൽ ബുക്കുകളാക്കി ഇ-ബുക്ക് റീഡറെ കൊണ്ട് നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി രണ്ടാമത്തേതാണ് ഈ ടെക്സ്റ്റ്. Textual information in electronic format is known as e-text. Digital format is known as e-text. ഏതൊരു ടെക്സ്റ്റുവൽ ഡോക്യുമെന്റിനെയും ഇലക്ട്രോണിക് ഫോമിലുള്ള ഏതൊരു ടെക്സ്റ്റുവൽ ഡോക്യുമെന്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിനെ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറോ ഇ-ബുക്ക് റീഡറോ മൊബൈൽ ഫോണോ എന്തെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ സാധാരണ ബുക്ക് പോലെയല്ല, നമ്മുടെ ഡിജിറ്റൽ ഫോർമാറ്റിൽ കമ്പ്യൂട്ടറോ മൊബൈലോ ഇ-ബുക്ക് റീഡറോ ഉപയോഗിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്സ്റ്റുകളെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റുകളെ വായിച്ച് കേൾപ്പിക്കാനുള്ള ഇ-ബുക്ക് റീഡറൊക്കെയാണ് വോയിസ് ഔട്ട്പുട്ട് ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റുന്ന വോയിസ് ഔട്ട്പുട്ട് ഫെസിലിറ്റി ഉള്ള ഡിവൈസുകൾ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഈ ടെക്സ്റ്റുകളെ വായിച്ച് കേൾക്കാനും പറ്റും. അതാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ ഓർത്തിരിക്കേണ്ടത് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റുവൽ ഇൻഫർമേഷന് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ടെക്സ്റ്റുകളെയാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുക. അത് നമ്മൾക്ക് കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഇ-ബുക്ക് റീഡറോ ഉപയോഗിച്ച് വായിക്കാം. അതിൻ്റെ വോയിസ് ഔട്ട്പുട്ട് ഫെസിലിറ്റിയും നമുക്ക് അവൈലബിൾ ആണ് ഈ ടെക്സ്റ്റിൻ്റെ. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ ഓൺലൈൻ ചാറ്റ്. ഓൺലൈൻ ചാറ്റ് ഈസ് ദ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ചാറ്റ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് തമ്മിലാവാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് തമ്മിലാവാം. അപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ടെക്സ്റ്റ് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ ചാറ്റ് ലോ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷനിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ വീഡിയോ ചാറ്റിങ്ങും അവൈലബിൾ ആണ്. നമ്മളുടെ സംസാരിക്കുന്ന ആളുടെ വീഡിയോയും കൂടെ അവൈലബിൾ ആയിരിക്കും. ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കില്ല, വീഡിയോ ആയിട്ട്. അതിന് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. അപ്പോൾ മൂന്നാമത്തെ ഇ ലേണിംഗ് ടൂളാണ് ഓൺലൈൻ ചാറ്റ്. ടെക്സ്റ്റ് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് തമ്മിലോ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലോ ഈ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ, നമ്മൾ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുന്നതിനെ ഓൺലൈൻ ചാറ്റ് എന്നാണ് പറയുക. അത് ഇൻ്റർനെറ്റ് കണക്ഷൻ സ്പീഡ് കുറവാണെങ്കിലും നമുക്ക് ഓൺലൈൻ ചാറ്റ് നടത്താം. പക്ഷേ വീഡിയോ ചാറ്റിംഗ് ആണ് നടത്തുന്നതെങ്കിൽ അതിന് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കണ്ടന്റ്. Any content for educational purpose available in digital format. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഏതൊരു കണ്ടന്റും ഡിജിറ്റൽ ഫോർമാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഈ കണ്ടന്റ് എന്ന് പറയുക. അത് വീഡിയോ ആവാം, ഇമേജ് ആവാം, പ്രസന്റേഷൻ ആവാം, ഗ്രാഫിക്സ് ആവാം, ടെക്സ്റ്റ് ആവാം. എന്തൊരു കണ്ടന്റും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ഈ കണ്ടന്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ മൾട്ടിമീഡിയ കണ്ടന്റ് ആകുമ്പോൾ സബ്ജക്റ്റിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് കൺവേ ചെയ്യാം. നമ്മളിങ്ങനെ വെറുതെ ക്ലാസ് എടുത്ത് പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാളും വീഡിയോ പോലെയുള്ള മൾട്ടിഗ്രാഫിക്സ് പോലെയുള്ള മൾട്ടിമീഡിയ കണ്ടന്റ്സ് ഉപയോഗിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കണ്ടന്റ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ കണ്ടന്റ്. ഈ കണ്ടന്റ് റെഫേഴ്സ് ടു all the contents for educational purpose including videos, graphics, text, presentations, etc. അപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ്, ഇമേജസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ കണ്ടന്റ്സ്. മൾട്ടിമീഡിയ കണ്ടന്റ്സ് ക്യാൻ കൺവേ സബ്ജക്ട്സ് മോർ എഫിഷ്യൻ്റ്ലി. കൂടുതൽ നന്നായിട്ട് സബ്ജക്റ്റുകളെ മനസ്സിലാക്കാൻ മൾട്ടിമീഡിയ കണ്ടന്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റും. ഇനി ലാസ്റ്റ് വൺ ആണ് എഡ്യൂക്കേഷണൽ TV ചാനൽസ്. ദേ ആർ TV channels dedicated for broadcasting recorded classes, interview with experts, lab experiments, etc. ലാബ് എക്സ്പെരിമെൻറ്റ്സും എക്സ്പേർട്സും ആയിട്ടുള്ള ഇൻ്റർവ്യൂകളും ക്ലാസ്സുകളും വേരിയസ് സബ്ജക്ട്സിലുള്ള ക്ലാസ്സുകളും എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന TV ചാനലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡ്യൂക്കേഷണൽ TV ചാനൽ. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ വിക്ടേഴ്സ്. ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിക്ടേഴ്സ് പോലെ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന TV ചാനലുകളെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ TV ചാനൽസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് ഈ ലേണിംഗ് ടൂൾസ്. ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ബുക്കുകളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഏത് ബുക്കിന്റെ ഏത് പേജ് വേണമെങ്കിലും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് ഉള്ള സമയത്ത് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് അതിനെ എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില ഇ ബുക്ക് റീഡറുകൾ അത് വായിച്ച് കേൾപ്പിക്കാനുള്ള ഫെസിലിറ്റിയും അതിൻ്റെ അകത്തുണ്ട്. ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബുക്ക് റീഡറോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഒക്കെ ഉപയോഗിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിജിറ്റൽ ടെക്സ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ടെക്സ്റ്റ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്. ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ടെക്സ്റ്റ് കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഇ ബുക്ക് റീഡറോ ഉപയോഗിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്സ്റ്റാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതും വായിച്ച് കേൾപ്പിക്കാനുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഓൺലൈൻ ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് തമ്മിലോ ഒക്കെ ഈ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുന്നതിനെയാണ് ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. അതിന് ലോ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യകതയേ ഉള്ളൂ. പക്ഷേ വീഡിയോ ചാറ്റിംഗ് ആണ് നടത്തുന്നതെങ്കിൽ ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുതലായിട്ടും ആവശ്യമുണ്ട്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം കണ്ടന്റുകളും വീഡിയോ ഓഡിയോ ഗ്രാഫിക്സ് എല്ലാം കൂടെ ചേർന്നതിനെയാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് സബ്ജക്റ്റുകളെ കൂടുതൽ ക്ലിയർ ആക്കാൻ ഈ കണ്ടന്റുകൾ സഹായിക്കും. എഡ്യൂക്കേഷണൽ ടി വി ചാനൽസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ്, ക്ലാസ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലാബ് എക്സ്പെരിമെൻറ്റുകൾ, ഇൻ്റർവ്യൂകൾ മാത്രം ടെലികാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടി വി ചാനലുകളെയാണ് എഡ്യൂക്കേഷണൽ ടി വി ചാനൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ടി വി ചാനലിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ് ആണ്. ഇ ലേണിംഗിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇപ്പോൾ ഈ ലേണിംഗിൽ കൂടെ മുമ്പോട്ട് പോകുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയായിരിക്കും. എന്നാലും നമ്മൾ പറഞ്ഞു പോവാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് കോഴ്സ് ഓൺ വേരിയസ് സബ്ജക്ട്സ്. പല സബ്ജക്റ്റുകളിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ +2 ആയി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് തന്നിട്ടുള്ള കോഴ്സ് പഠിക്കാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഓൺലൈനായിട്ട് വേറെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വി ക്യാൻ സെലക്ട് വേരിയസ് സബ്ജക്ട്സ് ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. പല സ്ഥലങ്ങളിലുള്ള പല സബ്ജക്ട്സ് ചൂസ് ചെയ്ത് നമ്മൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കോസ്റ്റ് ഈസ് ലെസ്. കോസ്റ്റ് കുറവാണ്. നമ്മൾ ഫീസൊക്കെ അടയ്ക്കുന്നതൊക്കെ കുറവാണ്. കോസ്റ്റ് കുറവാണ്. സേവ്സ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയവും പൈസയും ആവശ്യമില്ല. വീട്ടിലിരുന്ന് തന്നെ നമ്മൾക്കിത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ടൈം ആൻഡ് പ്ലേസ് ഈസ് നോട്ട് എ കൺസ്ട്രെയിൻഡ്. അതായത് നമ്മൾ ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾക്ക് ക്ലാസ്സുകൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമുക്ക് പലപ്പോഴും ദൂര സ്ഥലങ്ങളിലൊന്നും പോയി കോഴ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പലരും പല കോഴ്സുകളും ചെയ്യാത്തത്. അപ്പം അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യത്തിൽ ഇല്ല. ഇനി വി ക്യാൻ ഡു കോഴ്സസ് ഫ്രം ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും സാധാരണഗതിയിൽ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഓൺലൈൻ ആകുമ്പോൾ നമുക്കതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഫേസ് ടു ഫേസ് ചലഞ്ചസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓരോ കുട്ടിയെയും കണ്ടുകൊണ്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആർക്കൊക്കെ മനസ്സിലായി എന്നാൽ മുഖത്ത് നോക്കി നമുക്കറിയാം. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആക്റ്റീവ് ആക്കാം. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല. ഇനി അതേപോലെ തന്നെ പ്രോപ്പർ ഇന്ററാക്ഷൻ ഈസ് ലിമിറ്റഡ്. നമ്മൾക്ക് കൃത്യമായിട്ടും കുട്ടികളായിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ടോ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പ്രോപ്പർ ഇന്ററാക്ഷൻ ഈസ് ലിമിറ്റഡ്. ഇനി ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആർ റിക്വയർഡ്. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോ സെപ്പറേറ്റ് കെയർ ഫോർ വീക്ക് സ്റ്റുഡൻസ്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കെയർ കൊടുക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണഗതിയിൽ പറ്റാറില്ല. ഇനി പ്രാക്ടിക്കൽസ് ഇൻ ലാബ് ഈസ് നോട്ട് പോസിബിൾ. ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യാൻ പോസിബിൾ അല്ല. ഇത്രയൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള ഇ ലേണിംഗ് വെബ്സൈറ്റ്സ് ആണ് ഇഗ്നൗ ഓൺലൈൻ, അതേപോലെ തന്നെ NPTEL. ഇതെല്ലാം ഈ ലേണിംഗ് വെബ്സൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇ ലേണിംഗിൽ ഡെഫിനിഷൻ ഇ ലേണിംഗിൻ്റെ പഠിച്ചു. യൂസ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ലേണിംഗ് പർപ്പസ്, എഡ്യൂക്കേഷണൽ പർപ്പസ്.
ടൂൾസ്, ഇ ലേണിംഗ് ടൂൾസ് 5 പഠിച്ചു. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, നമുക്ക് പല സ്ഥലങ്ങളിലുള്ള പല സബ്ജക്റ്റുകളിലുള്ള കോഴ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനും കോഴ്സ് ചെയ്യാനും നമ്മൾക്ക് പറ്റുന്നു. കോസ്റ്റ് കുറവാണ്, ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ചിലവഴിക്കേണ്ട പൈസ കുറവാണ്. ട്രാവൽ ടൈം, നമ്മളങ്ങോട്ട് യാത്ര ചെയ്ത് പോകാനുള്ള പൈസയും സമയവും നമ്മൾക്ക് ലാഭിക്കാം. ഇനി നമുക്ക് ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും നമ്മൾക്ക് ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താണ്, ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള പല സ്ഥലങ്ങളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെയുള്ള കോഴ്സുകളെ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചലഞ്ചസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നേരിട്ടുള്ള ഇൻ്ററാക്ഷൻ പോസിബിൾ അല്ല, ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ പോസിബിൾ അല്ല. പിന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷനും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന ഇത് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഇതേപോലുള്ള ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വീക്ക് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് കെയർ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾക്ക് പ്രാക്ടിക്കൽ ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഈ ലേണിംഗ് വെബ്സൈറ്റ്സിൻ്റെ എക്സാമ്പിൾ ഒന്ന് ഇഗ്നൗ ഓൺലൈൻ, രണ്ടാമത്തേത് NP10. ഇതെല്ലാം ഈ ലേണിംഗ് വെബ്സൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ 10ാമത്തെ പാഠത്തിലെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ എന്താണ് ICT എന്ന് പറഞ്ഞു തുടങ്ങും, ഈ ഗവർണൻസ് എന്താണെന്ന് പറയും, ഈ ഗവർണൻസിൻ്റെ ടൈപ്സ് ഓഫ് ഇൻ്ററാക്ഷൻസ്, ഈ ഗവർണൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, എക്സാമ്പിൾ. ഈ ബിസിനസ്സിൻ്റെ അകത്ത് എന്താണ് ഈ ബിസിനസ് ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം, EPS ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം, പിന്നെ ഇ ബാങ്കിങ്, ബിസിനസ് അഡ്വാൻറ്റേജ്, ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ്, ഈ ബിസിനസ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ്, പിന്നെ യൂസ്ഫുൾ ഇ ബിസിനസ് വെബ്സൈറ്റ്. പിന്നെ ലാസ്റ്റ് വൺ ഇ ലേണിംഗ്. എന്താണ് ഇ ലേണിംഗ് എന്ന് പഠിക്കണം, ഇ ലേണിംഗ് ടൂൾസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ, 10ാമത്തെ ചാപ്റ്ററായ IT ആപ്ലിക്കേഷനിൽ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ.